ഉച്ചക്ക് കൃത്യം 1:30-ഓടെ ഹോട്ടലിൽ പതിവ് തിരക്കായിരുന്നു. സ്റ്റീൽ പ്ലേറ്റുകളുടെ ശബ്ദം, ഓർഡർ വിളിക്കുന്ന ശബ്ദങ്ങൾ, ചൂടുള്ള ചോറിന്റെയും കറിയുടെയും മണം എല്ലാം ചേർന്ന് ആ ചെറിയ ഹോട്ടൽ ജീവനോടെ തുളുമ്പുന്നുണ്ടായിരുന്നു. ക്യാഷ് കൗണ്ടറിനു പിന്നിൽ നിൽക്കുന്ന ഹൈദർ അലി മുഖത്ത് സ്ഥിരമായ കടുപ്പവുമായി അക്കൗണ്ടുകൾ പരിശോധിക്കുകയായിരുന്നു. സമയം പണമാണ്. ഇവിടെ വികാരങ്ങൾക്ക് വിലയില്ല. വാതിലിനരികിൽ ഒരു നിഴൽ വീണു. 10 വയസ്സോളം പ്രായമുള്ള, മലിനമായ വസ്ത്രം ധരിച്ച, ക്ഷീണിച്ച മുഖമുള്ള ഒരു കുട്ടി. കാല് നിലത്ത് വെക്കാൻ പോലും ശക്തിയില്ലാത്തതുപോലെ അവൻ വാതിലിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു. ഹോട്ടലിലെ തിരക്കിൽ ആരും അവനെ ശ്രദ്ധിച്ചില്ല. കുട്ടി പതുക്കെ അകത്തേക്ക് ഒരു ചുവട് വെച്ചു. അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. "വിശന്നിട്ട് വയ്യ, കുറച്ച് ഭക്ഷണം തരുമോ?" അത് കേട്ടപ്പോൾ ഹൈദർ അലിയുടെ കണ്ണുകളിൽ ദേഷ്യം വന്നു. "ഇവിടെ നിന്ന് ഇറങ്ങടാ!" ശബ്ദം ഒച്ചത്തിൽ മുഴങ്ങിയപ്പോൾ ഹോട്ടലിലുള്ളവർ ഒന്ന് നിശബ്ദമായി. "ഇത് ഭിക്ഷാലയമല്ല, പൈസ ഇല്ലെങ്കിൽ പുറത്തുപോ." കുട്ടി ഒന്ന് നെട്ടി ചുറ്റുമുള്ള ആളുകളെ നോക്കി. ചിലർ മുഖം തിരിച്ചു, ചിലർ അവഗണിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. "ചേട്ടാ, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല." കുട്ടി വീണ്ടും ശ്രമിച്ചു. അവന്റെ കൈകൾ വിറച്ചു. "അതിനെന്താ? എല്ലാ ദിവസവും ഇങ്ങനെ വന്നാൽ ബിസിനസ് എങ്ങനെ നടക്കും? പോ, ഇറങ്ങിപ്പോ." കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. ഒരു നിമിഷം അവൻ അവിടെ നിന്നു. പിന്നെ തല കുനിച്ച് പതുക്കെ തിരിഞ്ഞു. അവന്റെ കാലുകൾ വാതിലിനരികിലേക്ക് നീങ്ങിയപ്പോൾ ഹൈദർ അലി വീണ്ടും അക്കൗണ്ടുകളിലേക്ക് തിരിഞ്ഞു. എന്നാൽ എന്തോ അവനെ അലട്ടിത്തുടങ്ങി. അവന്റെ മനസ്സ് അശാന്തമായി. അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ആ കുട്ടിയുടെ പിൻഭാഗം, ചളി പിടിച്ച ഷർട്ട്, വിശപ്പ് കൊണ്ട് കുനിഞ്ഞ ശരീരം. ആ നിമിഷം ഹൈദർ അലിയുടെ ഉള്ളിൽ ഒരു പഴയ ഓർമ്മ വന്നു. അവനും ഒരിക്കൽ ഇതുപോലെ. അവൻ കണ്ണടച്ചു. "നീ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്?" അവൻ സ്വയം ചോദിച്ചു. ഹോട്ടലിന്റെ വാതിൽ പുറത്തേക്ക് അടഞ്ഞതോടെ തിരക്ക് വീണ്ടും പതിവ് താളത്തിലേക്ക് മടങ്ങി. പാത്രങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം, വെയിറ്റർമാരുടെ ഓട്ടം, ചൂടുള്ള ഭക്ഷണത്തിന്റെ മണം, എല്ലാം പഴയപടി. പക്ഷേ ഹൈദർ അലിയുടെ ഉള്ളിൽ മാത്രം ഒരു അസ്വസ്ഥത പടർന്നിരുന്നു. അവൻ വീണ്ടും അക്കൗണ്ട് ബുക്കിലേക്ക് നോക്കി. അക്കങ്ങൾ അവന്റെ മുന്നിൽ കിടന്നിരുന്നുവെങ്കിലും കണ്ണുകൾ കാണുന്നത് വാതിലിലൂടെ പുറത്തേക്ക് നടന്നുപോയ ആ കുട്ടിയുടെ മുഖമായിരുന്നു. "ഇവരെപ്പോലെ എല്ലാ ദിവസവും എത്ര പേര് വരുന്നുണ്ട്?" അവൻ സ്വയം പറഞ്ഞു. "ഇന്നൊരാൾക്ക് കൊടുത്താൽ നാളെ 10 പേർക്ക്." എന്നാൽ ആ വാക്കുകൾ അവന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചില്ല. അടുക്കളയിൽ നിന്ന് സുബ്രമണി ചായയുമായി വന്നു. "സർ, ചായ." കയ്യിൽ വാങ്ങുമ്പോൾ ഹൈദർ അലി പുറത്തേക്ക് നോക്കി. വാതിലിനരികിൽ അതേ കുട്ടി ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പുറത്തുള്ള തണലിൽ ചുമരോട് ചാരി, കാൽമുട്ടുകൾ നെഞ്ചോട് ചേർത്ത് ഇരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ലാത്തതുപോലെ. "ഇവൻ ഇനിയും പോയില്ലേ?" ഹൈദർ അലി മെല്ലെ പറഞ്ഞു. ചായയുടെ ചൂട് പോലും അവന്റെ മനസ്സിനെ ഉണർത്തിയില്ല. അപ്രതീക്ഷിതമായി ഒരു പഴയ ചിത്രം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ചെറുപ്പകാലത്ത് ഒരു വഴിയരികിൽ വിശപ്പോടെ നിന്നിരുന്ന താൻ. അന്നൊരു ചായക്കടക്കാരൻ പറഞ്ഞ വാക്കുകൾ. "ഇവിടെ ഒന്നും സൗജന്യമല്ല." അവന്റെ ഉമ്മയുടെ മുഖം. ഉമ്മ അവന്റെ കൈകൾ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം ഹൈദർ അലി കൈകൾ വിറച്ച് ചായക്കപ്പ് താഴെ വെച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, അതൊക്കെ പഴയ കാര്യങ്ങളാണ്. പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. അപ്പോൾ വെയിറ്റർ ഫൈസൽ അടുത്തു വന്നു. "സർ, പുറത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും കൊടുത്താലോ?" ഹൈദർ അലി കടുപ്പത്തോടെ നോക്കി. "നീ നിന്റെ ജോലി നോക്ക്. ഹോട്ടൽ നടത്താൻ ഞാനിവിടെ നിൽക്കുന്നത്." ഫൈസൽ ഒന്നും പറഞ്ഞില്ല. തലകുനിച്ച് മാറി. പക്ഷേ ആ നിമിഷം തന്നെ ഹൈദർ അലി മനസ്സിലാക്കി, താൻ കുട്ടിയോടല്ല, സ്വന്തം മനസാക്ഷിയോടാണ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി. കുട്ടി എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു. 2 ചുവട് വെച്ചു. പിന്നെ തല കറങ്ങി വീണ്ടും ചുമരോട് ചേർന്ന് നിന്നു. ഹൈദർ അലി കൗണ്ടറിൽ നിന്നും പതുക്കെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. വാക്കുകൾ ഇനിയും കഠിനമായിരുന്നുവെങ്കിലും മനസ്സതിനെ അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. വാതിലിനരികിൽ എത്തിയപ്പോൾ അവൻ വിളിച്ചു, "എടാ." കുട്ടി പതുക്കെ തല ഉയർത്തി. പ്രതീക്ഷയും ഭയവും ചേർന്ന ഒരു നോട്ടം. ഓടിപ്പോകണോ തിരിച്ചു വരണോ എന്ന സംശയത്തിൽ അവന്റെ കണ്ണുകൾ ചുറ്റുമെല്ലാം നോക്കി. "അകത്തേക്ക് വരൂ," ഹൈദർ അലി പറഞ്ഞു. കുട്ടി വിശ്വസിക്കാനാവാതെ നിന്നു. "എന്റെ കയ്യിൽ പൈസ." വാക്കുകൾ പൂർത്തിയാക്കാൻ അവനായില്ല. "പൈസ വേണ്ട." അത് പറഞ്ഞപ്പോൾ ഹൈദർ അലി തന്നെ അത്ഭുതപ്പെട്ടു. കുട്ടി പതുക്കെ അകത്തേക്ക് കയറി. ഹോട്ടലിലെ ചിലർ കൗതുകത്തോടെ നോക്കി
നോക്കി ചിലർ മുഖം ചുളിച്ചു. അവിടെ ഇരിക്ക്. ഹൈദർ അലി ഒരു കോണിലെ ബെഞ്ച് കാണിച്ചു. കുട്ടിയിരുന്നു. കൈകൾ മുട്ടിന്മേൽ വെച്ചു. തല കുനിച്ചു. ചുറ്റുമുള്ള ഭക്ഷണത്തിന്റെ മണം അവനെ കൂടുതൽ ദുർബലനാക്കി. എന്താ വേണ്ടേ? ഹൈദർ അലി ചോദിച്ചു. കുട്ടി തല ഉയർത്തി. കുറച്ച് ചോറ് മതി. ആ വാക്കുകൾ ഹൈദർ അലിയുടെ നെഞ്ചിൽ പതിഞ്ഞു. അവൻ അടുക്കളയിലേക്ക് തിരിഞ്ഞു. ഒരു പ്ലേറ്റ് ചോറ്. പ്ലേറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നന്ദിയുണ്ട് ചേട്ടാ. കുട്ടി കൈ കഴുകാൻ പോലും മറന്നു. ആദ്യം ഒരു പിടി ചോറ് വായിലാക്കി. അതിനൊപ്പം കണ്ണുനീരും. ഹൈദർ അലി അവനെ നോക്കി നിന്നു. ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു കുറ്റബോധം അവന്റെ ഉള്ളിൽ വളർന്നു. ഇത്ര വിശപ്പുള്ള കുട്ടിയോട് അവൻ ചിന്തിച്ചു. മോനെ, നിന്റെ പേരെന്താ? അവൻ ചോദിച്ചു. അനു. കുട്ടി പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ എവിടെ? അമ്മയില്ല, അച്ഛനും. അനു വീണ്ടും ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. ഒരു കണിയും കളയാതെ ആദരവോടെ കഴിച്ചു. ഹൈദർ അലി ആ കാഴ്ചയിൽ നിന്ന് കണ്ണ് മാറ്റിയില്ല. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ഒരു പ്ലേറ്റ് ഭക്ഷണം ഇത്ര വലിയ കാര്യമാണോ? അതിനുള്ള ഉത്തരം അവന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അനു ചോറ് കഴിച്ചു തീർക്കുമ്പോൾ പ്ലേറ്റിൽ ഒരു കണി പോലും ബാക്കി വെച്ചില്ല. അവസാന പിടി വായിലാക്കുമ്പോൾ പോലും അവന്റെ കൈകൾ വിറച്ചിരുന്നു. അവന് അതൊരു ഭക്ഷണം മാത്രമായിരുന്നില്ല, ജീവിക്കാൻ കിട്ടിയ ഒരു ഇടവേളയായിരുന്നു. മതിയോ? ഹൈദർ അലി ചോദിച്ചു. അനു പതുക്കെ തല കുലുക്കി. മതി. വയറ് നിറഞ്ഞു. അവൻ ആദ്യമായി ചിരിച്ചു. അതൊരു ചെറിയ ചിരി ആയിരുന്നില്ല, പക്ഷേ ഹൈദർ അലിയുടെ മനസ്സിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കി. അനു കൈ കഴുകി വീണ്ടും ബെഞ്ചിലിരുന്നു. ചേട്ടാ, ഞാൻ പൊക്കോട്ടെ? അവൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈദർ അലി അവനെ തടഞ്ഞു. ഇവിടെ കുറച്ചു നേരം ഇരിക്കൂ. അനു വീണ്ടും ഇരുന്നു. നീ എവിടെയാണ് ഉറങ്ങുന്നത്? ഹൈദർ അലി ചോദിച്ചു. ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഷെഡിൽ. അനു പറഞ്ഞു. പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല ചേട്ടാ. അനു തല കുനിച്ചു. അമ്മ പോയതിനു ശേഷം സ്കൂളിൽ പോയിട്ടില്ല. ഹോട്ടലിലെ തിരക്ക് പതുക്കെ കുറയുകയായിരുന്നു. പക്ഷേ ഹൈദർ അലിയുടെ ഉള്ളിൽ ഒരു പുതിയ തിരക്ക് തുടങ്ങി. ചിന്തകളുടെ തിരക്ക്. അവൻ കൗണ്ടറിന്റെ പിന്നിൽ ഇരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതിയോ? അവൻ സ്വയം ചോദിച്ചു. അനു എഴുന്നേറ്റ് വീണ്ടും പോകാൻ ശ്രമിച്ചു. നന്ദി ചേട്ടാ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ട് ഒരാൾക്ക് ഒരു ദിവസം ഓർക്കാൻ കഴിയുന്ന സന്തോഷം. വൈകുന്നേരം നീ വരുമോ? അനു അത്ഭുതത്തോടെ നോക്കി. എന്തിന്? അവന്റെ ശബ്ദത്തിൽ പ്രതീക്ഷ നിറഞ്ഞു. വരൂ, ഹൈദർ അലി പറഞ്ഞു. വൈകുന്നേരം ഭക്ഷണം കഴിക്കാം. അനു ഒന്നും പറഞ്ഞില്ല. തല കുനിച്ച് കൈകൂപ്പി. കണ്ണുകൾ നിറഞ്ഞു. അവൻ പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. വാതിൽ അടഞ്ഞപ്പോൾ ഹൈദർ അലിയുടെ മനസ്സിൽ ഒരു വാക്ക് മുഴങ്ങി. മനുഷ്യത്വം. അവൻ ആദ്യം പുറത്താക്കിയ കുട്ടിയോട് ഇപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഞാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? അവൻ സ്വയം ചോദിച്ചു. വൈകുന്നേരത്തെ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഹോട്ടൽ കുറച്ച് ശാന്തമായിരുന്നു. ഉച്ചക്കുള്ള ശബ്ദങ്ങളൊക്കെ മാറി. ഒരു വിചിത്രമായ നിശബ്ദത അവിടെ പടർന്നിരുന്നു. ഹൈദർ അലി കൗണ്ടറിനു പിന്നിൽ ഇരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ വാതിലിനരികിലായിരുന്നു. അടുക്കളയിൽ നിന്ന് സുബ്രമണി വന്നു. സർ, എന്തോ ചിന്തയിലാണല്ലോ? ഹൈദർ അലി തലകുനിച്ചു. സുബ്രമണി, നിനക്കൊരിക്കൽ വിശപ്പോടെ ഉറങ്ങിയ ദിവസം ഓർമ്മയുണ്ടോ? സുബ്രമണി നെട്ടി. ഉണ്ട് സർ, ചെറുപ്പത്തിൽ. അപ്പോൾ ഹൈദർ അലി മന്ദമായി പറഞ്ഞു. അന്നൊരാൾ ഒരു പിടി ചോറ് നിനക്ക് തന്നിരുന്നുവെങ്കിൽ? സുബ്രമണി ഒന്നും പറഞ്ഞില്ല. അവന്റെ മൗനം തന്നെ ഉത്തരമായിരുന്നു. വാതിലിനു പുറത്ത് ചെറിയ കാലടി ശബ്ദം. ഹൈദർ അലി ഉടൻ തല ഉയർത്തി. അനു. ഉച്ചക്ക് കണ്ട അതേ കുട്ടി. പക്ഷേ മുഖത്തൽപ്പം ആത്മവിശ്വാസം. ഭയം ഇപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷ അതിനു മുകളിൽ. വരൂ, ഹൈദർ അലി പറഞ്ഞു. അനു അകത്തേക്ക് വന്നു. ചേട്ടാ, പറഞ്ഞതുപോലെ വന്നതാണ്. നല്ല കാര്യം, അവൻ പറഞ്ഞു. ഇവിടെ ഇരിക്കൂ. അവൻ വീണ്ടും ഭക്ഷണം വിളമ്പി. ഇത്തവണ അനു പതുക്കെ ശാന്തമായി കഴിച്ചു. ഓരോ പിടിയും അവൻ ആദരവോടെ കഴിച്ചു. അനു. ഹൈദർ അലി ചോദിച്ചു. നീ എല്ലാ ദിവസവും ഇങ്ങനെ വിശന്നിരിക്കുമോ? അനു തല കുനിച്ചു. മിക്ക ദിവസങ്ങളും. ആ വാക്ക് ഹൈദർ അലിയുടെ ഹൃദയത്തിൽ തങ്ങി. നാളെ മുതൽ. അവൻ മന്ദമായി പറഞ്ഞു. നീ രാവിലെ ഇവിടെ വരണം. അനു വിശ്വസിക്കാനാവാതെ നോക്കി. എന്തിന്? ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ. ഹൈദർ അലി പറഞ്ഞു. പിന്നെ നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ ചെറിയ ജോലികൾ ചെയ്യാം. പാത്രം കഴുകാം, മേശ വൃത്തിയാക്കാം. അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ചേട്ടാ, പൈസ വേണ്ട. നീ ചെറിയ ജോലികൾ ചെയ്ത് സഹായിച്ചാൽ മതി. നിന്റെ വിശപ്പിന് വില പറയാനാവില്ല. അടുക്കളയിലെ ജീവനക്കാർ പരസ്പരം നോക്കി.
ഇത് അവർ കണ്ട ഹൈദരലി ആയിരുന്നില്ല. അനു എഴുന്നേറ്റ് കൈകൂപ്പി, എനിക്കാരുമില്ല ചേട്ടാ. ഹൈദരലി പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്. അന്ന് ആദ്യമായി ഹോട്ടൽ ഹൈദരലിക്ക് ഒരു ബിസിനസ് മാത്രമല്ല എന്ന് തോന്നി. അതൊരാളുടെ ജീവിതം മാറ്റുന്ന ഒരു ഇടമായിരുന്നു. അവന്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം രൂപപ്പെട്ടു. ഇനി ഒരാളെയും വിശപ്പോടെ ഈ വാതിൽ നിന്ന് തള്ളിയിറക്കരുത്. അടുത്ത ദിവസം രാവിലെ ഹോട്ടൽ തുറക്കുന്നതിന് മുമ്പേ ഹൈദരലി എത്തി. സാധാരണയായി ജീവനക്കാർ എല്ലാം ഒരുക്കിയ ശേഷം മാത്രമേ അയാൾ വരാറുള്ളൂ. പക്ഷേ ആ ദിവസം എന്തോ വ്യത്യസ്തമായിരുന്നു. അവൻ സ്വയം വാതിൽ തുറന്നു അകത്ത് കയറി. മേശകളും കസേരകളും ഒന്ന് നോക്കി. ഇന്നു മുതൽ കാര്യങ്ങൾ മാറണം, അവൻ മനസ്സിൽ പറഞ്ഞു. സുബ്രമണി ചായ ഉണ്ടാക്കുകയായിരുന്നു. സർ, ഇന്ന് നേരത്തെയാണല്ലോ. ഹൈദരലി ചിരിച്ചു. അതെ, ഇന്നൊരാൾ വരും. 10 മണിയോടെ വാതിലിനു പുറത്ത് ഒരു നിഴൽ വീണു. അനു. കഴിഞ്ഞ ദിവസത്തേക്കാൾ വൃത്തിയായ മുഖം, പക്ഷെ അതേ പഴയ വസ്ത്രങ്ങൾ. അവൻ മടിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി. വരൂ അനു, ഹൈദരലി വിളിച്ചു. അനു അകത്തേക്ക് വന്നു. ഏട്ടാ. ആ വാക്ക് കേട്ടപ്പോൾ ഹൈദരലി ഒന്ന് തളർന്നു. ഭക്ഷണം കഴിക്കാം, അവൻ പറഞ്ഞു. അനു ഇരുന്നു ഭക്ഷണം കഴിച്ചു. ഇന്ന് വിശപ്പിന്റെ വേഗത ഇല്ല. ഭക്ഷണം കഴിച്ചതിനു ശേഷം അവൻ അടുക്കളയിലേക്ക് പോയി. സുബ്രമണി കാണിച്ചു കൊടുത്തതുപോലെ പാത്രങ്ങൾ കഴുകി. അവന്റെ ചെറുകൈകൾ വെള്ളത്തിൽ വിറച്ചു. ഇത്ര ചെറുപ്പത്തിൽ, സുബ്രമണി മനസ്സിൽ പറഞ്ഞു. ഹൈദരലി അവനെ നോക്കി നിന്നു. ഒരു കുട്ടി ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ കുറ്റബോധം തോന്നിയെങ്കിലും അവൻ അറിഞ്ഞിരുന്നു ഇത് അടിമത്തമല്ല, സഹായമാണ്. ഉച്ചക്ക് ഒരാൾ പറഞ്ഞു, ഇതിവിടുത്തെ പുതിയ കുട്ടിയാണോ? അതെ, ഹൈദരലി പറഞ്ഞു. അവനിവിടെ ഉള്ളതാണ്. വൈകുന്നേരം അനു പോകാൻ തയ്യാറായി. നാളെ വരാം ചേട്ടാ. വരണം, ഹൈദരലി ഉറപ്പോടെ പറഞ്ഞു. അവൻ പോയതിനു ശേഷം ഹൈദരലി കസേരയിൽ ഇരുന്നു. അയാൾ മന്ദമായി പറഞ്ഞു, ഇന്ന് വീണ്ടും ഒരു മനുഷ്യനായി തോന്നുന്നു. അവന്റെ ഉള്ളിലെ പഴയ ഹൈദരലി പതുക്കെ മാറി. അവൻ തീരുമാനിച്ചു, ഇനി ഈ ഹോട്ടലിൽ ആരെങ്കിലും വിശപ്പോടെ വന്നാൽ ഞാൻ ഭക്ഷണം കൊടുക്കും. ഒരു കുട്ടിയുടെ വിശപ്പ് ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയ ആദ്യ ദിവസം അതായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അനു ഹോട്ടലിന്റെ ഭാഗമായി തീർന്നു. രാവിലെ വന്ന് ഭക്ഷണം കഴിക്കും. അടുക്കളയിൽ ചെറിയ സഹായം ചെയ്തു കൊടുക്കും. ഉച്ചക്ക് മുമ്പ് പോകും. അതായിരുന്നു അവന്റെ പുതിയ രീതികൾ. വിശപ്പിന്റെ ഭയം പതുക്കെ അവന്റെ മുഖത്തിൽ നിന്നും മാറിത്തുടങ്ങി. ഹൈദരലി അവനെ ശ്രദ്ധിക്കാതെ പോയില്ല. അനു ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും അവന് കാണുന്നുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ് വീണാൽ ഉടൻ ഓടി വന്നെടുത്ത് വെക്കുന്നത്, വെള്ളം പോയാൽ തുടച്ച് വൃത്തിയാക്കുന്നത്, എല്ലാം ഒരു നന്ദിയുടെ ഭാഷയായിരുന്നു. ഒരു ദിവസം ഒരാൾ കൗണ്ടറിനരികിൽ നിന്ന് പറഞ്ഞു, അലിയെ, ഈ കുട്ടിയെ ഇങ്ങനെ ഇവിടെ വെക്കുന്നത് ശരിയാണോ? മറ്റുള്ളവർ എന്ത് പറയും? ആ ചോദ്യം ഹൈദരലി ശാന്തമായി കേട്ടു. മറ്റുള്ളവർ എന്ത് പറയുമെന്നല്ല പ്രശ്നം, അവൻ പറഞ്ഞു. ആ കുട്ടിയുടെ വിശപ്പ് മാറണം, അത് മാത്രമാണ് നിർബന്ധമുള്ള കാര്യം. അതേ ദിവസം വൈകുന്നേരം മറ്റൊരു കുട്ടി ഹോട്ടലിന്റെ വാതിലിനരികിൽ നിൽക്കുന്നത് ഹൈദരലി കണ്ടു. മടിച്ചൊരു മുഖം, അതേ പഴയ ചോദ്യം കണ്ണുകളിൽ. ഒരു നിമിഷം പഴയ ഹൈദരലി ഉള്ളിൽ തലപൊക്കി. ഇനി ഈ കുട്ടിയെയും ഞാൻ നോക്കേണ്ടി വരുമോ? പക്ഷെ അതിനു മുൻപേ അനു മുന്നോട്ട് നടന്നു. ചേട്ടാ, അനു പറഞ്ഞു. അവനും വിശന്നിട്ടാകും. ഹൈദരലി കുട്ടിയെ നോക്കി, അനുവിനെയും നോക്കി. ഒരു കുട്ടിയിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം. വരൂ, അവൻ പുതിയ കുട്ടിയോട് പറഞ്ഞു. അകത്തേക്ക് വരൂ. അനു ചിരിച്ചു. ആ ചിരി ഹോട്ടലിന്റെ ഭിത്തികളിൽ പതിഞ്ഞു. അന്നു മുതൽ ഒരാൾ മാത്രമല്ല, പലരും ആ വാതിലിൽ എത്തി. എല്ലാവർക്കും ദിവസവും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും ഒരു പ്ലേറ്റ് പങ്കിടാനും ഹൈദരലി പഠിച്ചു. ഇത് ഹോട്ടലാണോ അതോ ആശ്രമമാണോ? ഒരാൾ പരിഹസിച്ചു. ഹൈദരലി മറുപടി പറഞ്ഞു, ഇത് മനുഷ്യരുടെ ഇടമാണ്. അന്ന് രാത്രി ഹോട്ടൽ അടക്കുമ്പോൾ അവൻ അനുവിനോട് പറഞ്ഞു, നാളെ നിന്നെ സ്കൂളിൽ ചേർക്കണം. അനു കണ്ണുകൾ വലുതാക്കി. സത്യമാണോ? അതെ, ഹൈദരലി പറഞ്ഞു. വിശപ്പ് മാത്രം മാറിയാൽ പോരാ, ഭാവിയും വേണം. അനു ഒന്നും പറഞ്ഞില്ല. അവൻ ഹൈദരലിയുടെ കൈ പിടിച്ചു. ആ പിടിയിൽ വിശപ്പല്ലായിരുന്നു, വിശ്വാസം ആയിരുന്നു. അടുത്ത ആഴ്ച ഹൈദരലി അനുവിനെ കൂട്ടി സമീപത്തെ സർക്കാർ സ്കൂളിലെത്തി. സ്കൂൾ ഗേറ്റിനു മുന്നിൽ നിൽക്കുമ്പോൾ അനുവിന്റെ കൈകൾ വിറച്ചു. പുസ്തകങ്ങളും ബാഗുകളും തൂക്കിയുള്ള കുട്ടികളെ അവൻ അത്ഭുതത്തോടെ നോക്കി. ഏട്ടാ, എനിക്കിത് പറ്റുമോ? അനു മന്ദമായി ചോദിച്ചു. ഹൈദരലി അവന്റെ ചുമലിൽ കൈവച്ചു. പറ്റും. ഒരിക്കൽ പോലും നീ സംശയിക്കരുത്. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കാര്യങ്ങൾ കേട്ടപ്പോൾ ആദ്യമൊന്ന് അമ്പരന്നു. ഇങ്ങനെ തെരുവിൽ ജീവിച്ച കുട്ടിയാണോ? അതെ, ഹൈദരലി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു.
പക്ഷേ അവൻ കഴിവുള്ള കുട്ടിയാണ്. ഒരവസരം കൊടുത്തു നോക്കൂ. അവസാനം അനു സ്കൂളിൽ ചേർന്നു. ആ ദിവസം വൈകുന്നേരം ഹോട്ടലിൽ എത്തിയപ്പോൾ അനു നേരെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് വെച്ചു. ഇതെന്റെ ആദ്യ പുസ്തകമാണ് ചേട്ടാ. ഹൈദർ അലി പുസ്തകം കയ്യിലെടുത്തു. അക്ഷരങ്ങൾ അവന്റെ കണ്ണിൽ മങ്ങിപ്പോയി. അന്നു മുതൽ അനു രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം ഹോട്ടലിൽ എത്തും. ചെറിയ സഹായം, ഭക്ഷണം, പഠനം, ജീവിതം ഒരു താളത്തിലേക്ക് മാറി. ഒരു ദിവസം അനു ചോദിച്ചു, ചേട്ടാ, അന്ന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? ഹൈദർ അലി നിശബ്ദനായി. അതെ. അവൻ സത്യം പറഞ്ഞു. അതെന്റെ തെറ്റായിരുന്നു. പക്ഷേ അനു ചിരിച്ചു. അതുകൊണ്ടല്ലേ ഞാനിന്നിവിടെ നിൽക്കുന്നത്. ആ വാക്കുകൾ ഹൈദർ അലിയെ തളർത്തി. അന്ന് രാത്രി അയാൾ ഹോട്ടലിന്റെ വാതിലിനരികിൽ ഒരു ബോർഡ് വെച്ചു. വിശക്കുന്നവരെ ഇവിടെ സ്വീകരിക്കുന്നു. അനു ആ ബോർഡ് വായിച്ചു. ഇത് എന്നെപ്പോലെയുള്ളവർക്കാണോ? അതെ, ഹൈദർ അലി പറഞ്ഞു. എന്നെപ്പോലെ ഉള്ളവർക്കും. ആ ദിവസം ഹൈദർ അലി മനസ്സിലാക്കി, ഒരു കുട്ടിയെ രക്ഷിച്ചതല്ല, സ്വയം കണ്ടെത്തിയതാണെന്ന്.